എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട് ദേവനഹള്ളിയിൽ 32 ഏക്കറാണ് ആ പ്രോജക്റ്റ്. അപ്പോൾ അതിൻ്റെ ലാൻഡ് ലോഡ് വന്ന് എന്നോട് 10 കോടി രൂപയാണ് അഡ്വാൻസ് ചോദിച്ചത്. കോൺഫിഡൻറ്റ് തുടക്കത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഡിസ്കഷൻ, അപ്പോൾ 10 കോടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് ലോണിന് പോവാം, അല്ല നമുക്കൊരു ഇൻവെസ്റ്റർ തേടി പോവാം. അവർക്കെല്ലാം നമ്മൾ റിട്ടേൺസ് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇതേപോലെ പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഫാമിലി പ്രോപ്പർട്ടിയാണ്, 72 കൊല്ലമായിട്ട് ഒറ്റ ഫാമിലി പ്രോപ്പർട്ടിയാണ്. അതിനൊറ്റ ഡോക്യുമെൻ്റേ ഉള്ളൂ. പുള്ളി ലാൻഡ് മേടിച്ചു, ഒരു ട്രാക്ടർ ലോൺ എടുത്തു, അത് റീപേ ചെയ്തു. അപ്പോൾ ഈ അപ്പച്ചൻ വന്നു, ഒരു 10-65 വയസ്സായിട്ടുള്ള ഒരു അപ്പച്ചനാണ്. അപ്പോൾ പുള്ളി 10 കോടി ചോദിച്ചു, ഇമ്മീഡിയറ്റായി വേണം. അപ്പോൾ എൻ്റെ അടുത്ത് 10 കോടിയില്ല. അപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, ചുമ്മാ ഞാൻ 1 കോടി തരാം. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, 1 രൂപ മതി എനിക്ക്, ഞാൻ ചെയ്യാമെന്ന്. ഞാൻ അതിൽ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ 1 രൂപ കമ്മിറ്റ്, 1 രൂപയോട് ചെയ്യാമെന്നല്ല പറഞ്ഞ. ഞാൻ 1 രൂപ എടുത്ത് ടേബിൾ വെച്ചു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ ഡീൽ നടത്തിയേ പറ്റുമെന്ന്. അപ്പോൾ പുള്ളി അതെങ്ങനെ പറ്റും? 1 രൂപ കൊണ്ട്? ആ പ്രോപ്പർട്ടിയുടെ വില എത്ര? 65 കോടിയാണ് അന്ന് 2007-8. 1 രൂപ ഞാൻ തോന്നുന്നു. ഇപ്പം നിങ്ങൾ ഈ വാക്കിൽ നിന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ ഡീല് നിർത്തുക? അപ്പച്ചൻ പറഞ്ഞല്ലോ, ആ 1 രൂപ മേടിച്ച ഡീൽ ചെയ്തു, ഞങ്ങൾ പ്രോജക്റ്റും കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മൾ ഇപ്പോൾ 10 കോടി, ഇത് എല്ലാ സ്ഥലത്തും നടക്കില്ല. ഇത് എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് എങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പലരും എന്താ വിചാരിക്കും, ഇപ്പോൾ 10 കോടി പറഞ്ഞ ഒരു 9 കോടി പറയാം, 8 കോടി പറയാം. അത് നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കാം, മറ്റേ ഡോക്യുമെൻ്റ് പോയി വെക്കാം, ഇത് വെക്കാം. അപ്പോൾ ഇതേപോലെ ഞങ്ങളുടെ പിന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞാൽ, ഐ കം ഫ്രം എ മൾട്ടിനാഷണൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ജാപ്പനീസ് കോൺസെപ്റ്റ് ഉണ്ട്, കാൻബാൻ എന്ന് പറയും. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈം, ജിറ്റ് എന്ന് പറയും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇത് പല സിവിൽ ഇൻഡസ്ട്രീസും ഫോളോ ചെയ്യില്ല. അവിടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജപ്പാൻ്റെ ഒരു സക്സസ് എന്ന് വെച്ചാൽ അവർ ഇൻവെൻട്രി കോസ്റ്റ് കുറയ്ക്കും. ഇത് കുറച്ച് ടെക്നിക്കലായിട്ട് നമ്മൾ പോടാതെ ഞാൻ സിമ്പിളായിട്ട് പറയാം. എന്താ ഇൻവെൻട്രി കോസ്റ്റ്? ഞാൻ ഇന്ന് സ്റ്റീൽ മേടിച്ചു, ഒരു 100 ടൺ സ്റ്റീൽ മേടിച്ചു. അതിന് ഞാൻ പൈസ കൊടുത്തു, ആ പൈസക്ക് ഞാൻ പലിശ കൊടുത്തു. ഓക്കെ, ആ പലിശ ഈ റോ മെറ്റീരിയൽ കൂടിയില്ലേ? അപ്പോൾ 3-4% ഇൻട്രസ്റ്റ് വെച്ചാൽ ഒരു മാസം ഇത് ഞാൻ വെച്ചാൽ ആ 4% ഒരു കാര്യമില്ലാണ്ടാണ് ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കണം. പിന്നെ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി സെക്യൂരിറ്റീനെ വെക്കണം, പിൽഫ്രേജ് ആവുമോ, കട്ട് കൊണ്ടുപോകുമോ. പിന്നെ ഈ സ്റ്റീൽ പുറത്ത് വെച്ചാൽ അത് തുരുമ്പ് പിടിക്കും, ഡാമേജ് ആവും. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റം ഈ ജസ്റ്റ് ടൈം ഞങ്ങൾ എപ്പോൾ വേണം അപ്പം മേടിക്കും. അപ്പോൾ ഈ ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് കുറയും. ഓൺ ദ സ്പോട്ട് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ 2-3% എനിക്ക് ഡിസ്കൗണ്ട് കിട്ടും.